പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ സത്യദൈവത്തിന് 1000 നന്ദി പറയുന്നു. കാരണം ഈ ആൾത്താരയിൽ ഒന്ന് വന്നു നിൽക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എനിക്ക് ഇതുവരെയും അത് സാധിച്ചിരുന്നില്ല. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയിൽ നിന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോർജ്, മകള് സ്റ്റെഫി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 18/5/2023 അതിനു മുൻപായി തന്നെ മാർച്ച് മാസം 13 ഞാനിവിടെ വന്നിരുന്നു. അന്നേ ദിവസം സാധിച്ച ഒരു അത്ഭുതമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എൻ്റെ മകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമായിരുന്നു. അവൾ 2021 ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. 2 വർഷത്തോളം ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ശേഷം അവിടുത്തെ ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രമേ വാഹനം ഓടിക്കാൻ സാധിക്കൂ എന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് എഴുതി പാസ്സായില്ല. 3ാം തവണ ടെസ്റ്റ് എഴുതാൻ നേരം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ലൂക്ക 18:27 മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടിക്കോളും. ഞാൻ ഇന്നേ ദിവസം കൃപാസനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേരുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു. ശേഷം മോൾ പറയുകയായിരുന്നു, അന്നേ ദിവസം ടെസ്റ്റിന് വന്നത് ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു. ആ ആൾ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയും അതുകൊണ്ട് തന്നെ ഭയം കൂടാതെ ആ ടെസ്റ്റ് പാസ്സാകാൻ എൻ്റെ മകൾക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ആ ഉടമ്പടിയിലെ നിയോഗമാണ് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്ന. പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചു കൊള്ളുന്നു. രണ്ടാമതായിട്ട് എനിക്കുണ്ടായ രോഗസൗഖ്യങ്ങളാണ്. അതായത് വർഷങ്ങളായി, ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര നടുവേദനയും നടുമിന്നലും ഉണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അറിയാം, നമ്മുടെ അടുക്കള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ നടുവേദനയും നടുമിന്നലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സാധിക്കുകയില്ല. ഞാൻ പിറ്റേ ദിവസത്തെ പ്രാരംഭ ജോലികൾ, അതായത് രാവിലത്തെ ജോലികൾ ചെയ്യുന്നതിനായിട്ട് എൻ്റെ വീട്ടിലെ പാത്രങ്ങൾ, തട്ടിന് താഴെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം മുകളിൽ കയറ്റി വെച്ചിട്ടായിരുന്നു രാവിലെ എൻ്റെ ജോലികൾ തുടങ്ങിയിരുന്നത്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിവിടെ വരുന്നു, ഉടമ്പടി എടുത്തുകൊള്ളാം, എനിക്ക് ഒരു രോഗസൗഖ്യം നൽകി അത്യാവശ്യമായി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകണമേ എന്ന്. ഞാൻ ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണും, അവരൊരു ഇഞ്ചക്ഷനും ഗുളികയും തരും, അപ്പോഴത്തേക്ക് മാറും, വീണ്ടും ഇത് വരും. അത് ഒരു സ്ഥിരം ശല്യമായി എനിക്കിരിക്കുകയായിരുന്നു. ദൈവകൃപയാൽ ഇപ്പോഴെനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. എല്ലായിൽ നിന്നും ദൈവം എനിക്ക് മുക്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2019 മുതൽ എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു കാൽമുട്ടിലെ വേദനയും നീരും. അതിന് ഞാൻ അലോപ്പതി, ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഉടമ്പടിയിൽ ഒരു വട്ടം ഞാനിത് സമർപ്പിച്ചു. മാതാവ് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതുപോലെ ഒരത്ഭുതം എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ എല്ലാ ദിവസവും അമ്മയുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോയിക്കൊള്ളാം. ആ പള്ളിയിൽ വരുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനും നിൽക്കാനും ആ പള്ളിയുടെ അതായത് പ്രാർത്ഥനാ സമയങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തരുവാൻ അമ്മ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിന് ഞാൻ നേർച്ച വസ്തുക്കളായിട്ട് ഉപയോഗിച്ചിരുന്നത് കൃപാസനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന തൈലവും ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചത് മെയിനായിട്ട്. പിന്നെ നേർച്ച വസ്തുവായ തൈലം ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനാ സമയത്ത്, രാവിലെ നടത്തുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള ഉടമ്പടി പ്രാർത്ഥനയിലും ഞങ്ങളിത് തൊട്ട് കുരിശ് വരച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുളിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എല്ലാ ദിവസവും ഒരു നുള്ള് ഉടമ്പടി ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുവഴിയാണ് എനിക്ക് പൂർണ്ണമായി ഇതിനുള്ള സൗഖ്യം ലഭിച്ചത്. കൂടാതെ എൻ്റെ കണങ്കാലിൻ്റെ ഭാഗത്തുമായിട്ട് ഒരു പ്രൊജക്ഷനും ഉണ്ടായിരുന്നു. ആ പ്രൊജക്ഷൻ ഇതുപോലെ എക്സ്റേ എടുത്തപ്പോൾ, മറ്റുള്ളതിനും എക്സ്റേ ഒക്കെ എടുത്തതാണ്,
അപ്പോൾ തേയ്മാനവും വാദവുമാണെന്ന് അതിനൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇതും കാണിച്ചു കൊടുത്തപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സർജറി വേണ്ടിവരും, എന്നാലേ ഇത് പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വേദന മാറുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ട് വെള്ളത്തിൽ കാല് വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ പൊടികൈകൾ ഡോക്ടർമാരും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പിട്ട് ആ വെള്ളത്തിൽ എൻ്റെ കാല് വയ്ക്കുകയും ദിവസവും വൈകുന്നേരവും രാവിലെ ഇതുപോലെയുള്ള നേർച്ച വസ്തുക്കൾ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ പ്രൊജക്ഷൻ നിശേഷം മാറി. അതുപോലെ പള്ളിയിൽ നിന്നാലും ഈ കാലിൻ്റെ വേദന കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ കാല് അനക്കിക്കൊണ്ടിരിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴത് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടിയിരിക്കുന്നു. പിന്നീട് ഇത് അമ്മ മാതാവ് വഴി തന്നെയാണ് ലഭിച്ചതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അല്ല എങ്കിൽ ഇന്നും ഞാൻ ഇതെല്ലാം വഹിച്ചുകൊണ്ട് തന്നെ നടക്കേണ്ടി വരുമായിരുന്നു. പിന്നെയുള്ളത് എൻ്റെ ഭർത്താവിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യമാണ്. അദ്ദേഹത്തിന് 2013-14 മുതൽ ഒരു സ്കിൻ അലർജി വന്നിട്ട് നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. സ്വന്തം വീട്ടുകാർക്ക് അറപ്പ് തോന്നിയില്ലെങ്കിൽ പോലും കാണുന്നവരെല്ലാം എപ്പോഴും ചോദിക്കാൻ തുടങ്ങി, ഇതെന്തു പറ്റി. അവസാനം പറഞ്ഞ് എൻ്റെ ഭർത്താവ് മടുത്തു. അവസാനം എവിടെയൊക്കെയോ പോയി, പല സ്ഥലങ്ങളിലും പോയി ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അവിടെ നിന്നെല്ലാം പലവിധ മരുന്നുകൾ നൽകുകയും ചെയ്തെങ്കിലും പൂർണ്ണമായി ഒരു സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായി ഒരു സൗഖ്യം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ സാക്ഷ്യമൊന്നും പറയാനായിട്ട് വരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ വിദേശത്തേക്കൊരു മോളുടെ അടുത്തേക്കൊരു യാത്ര പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനോ വേറെ മരുന്നിനോ ഒന്നും വശമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാ ദിവസവും തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ അത് മാറി. അപ്പോഴാണ് ഞാൻ പ്രത്യേകമായിട്ട് നേർന്നത്, എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മാത്രമേ നേർന്നിരുന്നുള്ളൂ, ഭർത്താവിനെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും കാലമായിട്ടും എനിക്ക് ഭർത്താവിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അവിചാരിതമായിട്ട് എൻ്റെ മകൾ വരികയും എനിക്ക് ഈ 2 സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുകയും ചെയ്തത് അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും 2 കെട്ട് പത്രം വാങ്ങി, അതിൽ കൂടുതൽ വാങ്ങണമെന്നുണ്ട് എങ്കിലും 2 കെട്ടാണ് ഞാൻ സ്ഥിരമായി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആയിരുന്നു ഇത് കൊടുത്തിരുന്നിരുന്നത്. ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വഴിയിലിറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലും സ്കൂൾ കുട്ടികൾക്കും അതുപോലുള്ളവർക്കും അപ്പോൾ പല സ്ഥലത്തേക്ക് ഈ പത്രം എത്തുമല്ലോ എന്ന് കരുതി എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന നേർച്ച വസ്തുക്കളായ കൃപാസനത്തിലെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും തേനും പലർക്കും വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്കൊരു 4 ആൾ കൂടുന്നിടത്ത് ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും കൃപാസനത്തിൻ്റെ മാതാവും അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. 1 വാക്കോ 2 വാക്കോ എങ്കിലും പറഞ്ഞിട്ടാണ് ആ ഒരു കൂടിച്ചേരലിൽ നിന്ന് ഞാൻ പിന്മാറാറുള്ളൂ. ചിലരൊക്കെ അതിനോടൊരു വിയോജിപ്പുമൊക്കെ ഉള്ളവരുണ്ട്, അത് നമുക്കറിയാമല്ലോ, അതങ്ങനെ തന്നെ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ മറ്റേ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുണ്ടായിരുന്നപ്പോൾ എല്ലാ ആഴ്ചയിലും മാക്സിമം പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു. ശേഷം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. പിന്നെ അനാഥാലയങ്ങൾ, ഓൾഡ് ഏജ് ഹോം, അതുപോലെ മെൻ്റൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇവയൊക്കെ സന്ദർശിച്ച് അവിടേക്ക് ആവശ്യമുള്ളതായ സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ആത്മീയമായിട്ട് വളരുവാനായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നു. പണ്ടൊന്നും അങ്ങനെ പള്ളിയിലൊന്നും പോകുന്നില്ലായിരുന്നു, ശനി ഞായർ മാത്രം പള്ളിയിൽ പോകുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. എങ്കിൽ ഇപ്പോൾ സമയമുണ്ടാക്കി എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ ശ്രമിക്കുന്നു. അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡെയിലി ബ്രെഡ് കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിന് 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ആൻസി ജോർജ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകളോടും ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ നന്ദിയോടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ആദ്യം പങ്കുവച്ചത് മകളുടെ വിദേശത്തുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏറെ ക്ലേശമുള്ള ആ പരീക്ഷ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ആ നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെ സുരക്ഷിതമായി ഭയപ്പാടില്ലാതെ ആ ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാൻ മകൾക്ക് സാധിച്ചതാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരിക്ക് തന്നെയുള്ള രോഗക്ലേശങ്ങളെയാണ് പിന്നീട് സൂചിപ്പിച്ചത്. ഓരോ തവണയും സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ഒത്തിരി വർഷങ്ങളായി ഡോക്ടർമാരെ കണ്ട് മരുന്നും ഇഞ്ചക്ഷനും വഴി പോയിക്കൊണ്ടിരുന്ന ജീവിതത്തെ അമ്മ മാതാവ് ഏറ്റെടുത്ത് ശാരീരികമായ സൗഖ്യം നൽകി സാധാരണ ജീവിതം നയിക്കുവാൻ മകളെ സഹായിച്ചതിനെക്കുറിച്ച്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്തു, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, കുരിശുമരണം വരിച്ചു, നമ്മളെ വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നതിന് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. ഈ വിശ്വാസ രഹസ്യങ്ങളാണ് നമ്മളെപ്പോഴും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിത വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയും, നമ്മൾ ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം വിശ്വാസ പ്രമാണം നമ്മുടെ ഏക ദൈവത്തിലുള്ള പൂർണ്ണമായ ശരണത്തെയും വിശ്വാസത്തെയും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് സഹോദരി സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും സഹോദരിക്കുണ്ടായ രോഗാവസ്ഥകളിൽ, അപ്പച്ചനുണ്ടായ ചർമ്മരോഗത്തിൻ്റെ അവസ്ഥകളിൽ, മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും അത് രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം പകരും വിധം രണ്ടുപേർക്കും അനുഗ്രഹമായി തീർന്നതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തിൻ്റെ കരം നീട്ടി സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്നു. ഇന്നും ദൈവം വാക്കരുളി ചെയ്ത് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. ഇന്നും സന്ദേശം നൽകിയും കൂടെ നിന്നും സാന്നിധ്യം നൽകിയും ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങളിലേക്ക് ജീവിതത്തെ എളിമപ്പെടുത്തി കൊടുക്കുമ്പോൾ എത്ര വലുതും എത്ര പഴകിയതും എത്ര ഗൗരവമുള്ളതും അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ഈശോ അനുഗ്രഹിച്ച് നമുക്ക് സൗഖ്യവും ബലവും തരുന്നത് അനുഭവിക്കുവാനാവും. സഹോദരി ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. നിരന്തരം ആശുപത്രിയും ഡോക്ടർമാരുമായി ഇടപെടലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. എങ്കിലും ആ വർഷങ്ങളോളം ആ മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും മാറാതിരുന്നത് അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ടും ഉപ്പുപയോഗിച്ച് മാറിയെന്ന് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ വിളി കേട്ട് ജീവിത വിഷയത്തെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെയാണ് ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നൃത്തവസ്തുക്കളുടെ വിശ്വാസപൂർവകമായ ഉപയോഗത്തിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.